പി.സി. ജോർജിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ ECG വ്യതിയാനം കണ്ടെത്തിയതോടെയാണ് പി.സി. ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. നേരത്തെ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കോടതി. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തതിന് ശേഷം വൈകിട്ട് 6 മണിവരെ കസ്റ്റഡിയിൽ പോലീസിന് വെക്കാം. അതിനുശേഷം ജയിലിലേക്ക് മാറ്റുവാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജോർജ് ജയിലിലേക്കില്ല. ഇന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുകയില്ല. ജോർജിനെ ICUവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാർഡിയോളജി വിഭാഗത്തിലെ ICUവിലേക്കാണ് ജോർജിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത് അല്പസമയത്തിനകം നൽകും. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാണ്. പി.സി. ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലെ ICUവിലേക്ക് മാറ്റാൻ തുടങ്ങുന്നു. ഇപ്പോഴും അദ്ദേഹം അത്യാഹിത വിഭാഗത്തിലാണുള്ളത്. എനിക്ക് പിന്നിൽ കാണാം അത്യാഹിത വിഭാഗം. അതായത് ഈ പാലാ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ECGയിൽ വ്യതിയാനം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാർഡിയോ വിഭാഗത്തിന്റെ പരിശോധന വേണം എന്ന് നിർദ്ദേശിച്ചത്. തുടർന്നാണ് ഇവിടെ എത്തി ECG പരിശോധന വീണ്ടും നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ വ്യതിയാനമുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. മറ്റ് രക്തപരിശോധന, ഷുഗർ, പ്രഷർ, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ഈ പരിശോധനകൾ തുടരുകയുമാണ്. പക്ഷേ ഈ ECG വ്യതിയാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിരീക്ഷിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് അടിയന്തര പരിചരണം നൽകേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കാർഡിയോളജി ICUവിലേക്ക് മാറ്റുന്നത്. എന്തായാലും ഇവിടുത്തെ അഡ്മിഷൻ എഴുതി കഴിഞ്ഞു. അതായത് മെഡിക്കൽ കോളേജിൽ ഇന്ന് എന്തായാലും തുടരും. അതിനുള്ള അഡ്മിഷൻ എഴുതി കഴിഞ്ഞു ഡോക്ടർമാർ. ഇനി ഇവിടുത്തെ മറ്റു പരിശോധനകൾ, രക്തസാമ്പിളുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ അദ്ദേഹത്തെ ഇതുവഴി പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ തൊട്ടപ്പുറത്താണ് കാർഡിയോളജി വാർഡുള്ളത്. കാർഡിയോളജി വാർഡിലേക്ക് കൊണ്ടുപോകും, അവിടെ പ്രവേശിപ്പിക്കും. ഒരുപക്ഷെ ഇതിപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ലല്ലോ അല്ലെ ശ്രീജിത്ത്? ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതായിരുന്നില്ലേ പി.സി. ജോർജിനെ? എന്നിട്ടല്ലേ റിമാൻഡ് എഴുതുകയുള്ളൂ? അങ്ങനെയായിരുന്നില്ലേ? അതിനു മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതായത് ഈ വൈദ്യപരിശോധന ഉച്ചയ്ക്ക് ശേഷം ആദ്യം നടത്തുന്നു, താലൂക്ക് CHCയിൽ നടത്തുന്നു, അതിനുശേഷം പാല ജനറൽ ആശുപത്രിയിൽ നടത്തുന്നു. ഈ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് ഇത്തരം വേരിയേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. തുടർന്ന് വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഇദ്ദേഹത്തിന് കാർഡിയോളജി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നൽകണം എന്ന നിർദ്ദേശം മജിസ്ട്രേറ്റ് നൽകിയത്. ഈ റിമാൻഡ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30-3 മണിയോടുകൂടി റിമാൻഡ് ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നു. ഞാൻ ചോദിച്ചത് കസ്റ്റഡി അവസാനിക്കുന്നത് 6 മണിക്കാണല്ലോ. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കേണ്ടതുണ്ടോ അതോ നേരിട്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുവാനായിരുന്നോ? എന്തായിരുന്നു തീരുമാനം? നേരിട്ട് ഹാജരാക്കി മഞ്ജുഷ്. 6 മണിക്ക് ഈ കസ്റ്റഡി സമയം പൂർത്തിയായ ശേഷം നേരിട്ട് ഹാജരാക്കി. അതിനുശേഷമാണ് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് ഇട്ടത്. അതായത് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവിട്ടത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എന്തു പറയുന്നു അതിനനുസരിച്ച് തുടർ തീരുമാനമെടുക്കാനാണ് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചത്. ആ തീരുമാനം അനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പി.സി. ജോർജിന് ഇന്ന് ജയിലിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലായിരിക്കും. തീർച്ചയായും മഞ്ജുഷ, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUവിലായിരിക്കും. ഇന്ന് ICUവിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 1-2 ദിവസത്തെ നിരീക്ഷണം വേണ്ടിവരും. കാരണം കാർഡിയോളജി പ്രശ്നങ്ങൾ ഉള്ള ആളാണ്. 12 വർഷമായി ഓക്സിജൻ കൃത്രിമമായി നൽകിക്കൊണ്ടാണ് അദ്ദേഹം രാത്രി ഉറക്കത്തിലേക്ക് പോയിരുന്നത്. അത് വേണമെന്ന ആവശ്യം കോടതിയിൽ പറഞ്ഞിരുന്നു. പോലീസിനും ഇത് ബോധ്യപ്പെട്ടതാണ്. അതായത് ഇദ്ദേഹം ഇങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ ഡോക്ടർമാരുടെ പരിശോധന റിപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം മെഡിക്കൽ കോളേജിൽ തുടരാനാകും സാധ്യത. ശരി, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. പി.സി. ജോർജ് ICUവിലേക്ക് മാറ്റുകയാണ്. പി.സി. ജോർജിന്റെ ECGയിൽ വേരിയേഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. നിരീക്ഷണം വേണ്ടിവരും. അതുകൊണ്ടാണ് പി.സി. ജോർജിനെ ICUവിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകിയത്. മജിസ്ട്രേറ്റ് നേരത്തെ മെഡിക്കൽ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കായി പി.സി. ജോർജിനെ കൊണ്ടുവന്നിരിക്കുന്നത്.